ഒരു അഭിനേത്രി എന്ന നിലയിൽ ചേച്ചി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് ഇങ്ങോട്ടൊരു സ്നേഹം കിട്ടിയത് ചേച്ചിയുടെ ഒരു സംസാരം, അതെ, വർത്താനത്തിലൂടെയാണ്. എന്നാന്നറിയോ, അതിൽ നിന്ന് എനിക്ക് മാറ്റിപ്പിടിക്കാൻ ഇഷ്ടമല്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ എന്നതാന്നോ അത് തന്നെയാന്നോ ഞാൻ. എന്നതാന്നോ അത് തന്നെയാന്നോ ഞാൻ. പിന്നെ എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഈശ്വരാനുഗ്രഹം. അതും പറഞ്ഞു തരില്ല, ഒന്നും പറഞ്ഞു തരില്ലല്ലോ. ഞങ്ങളിങ്ങനെ കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, ഈശ്വരാനുഗ്രഹം എത്രയായാലും ഉണ്ട്. പിന്നെ എൻ്റെ ഏട്ടൻ, എൻ്റെ മക്കള് എല്ലാം ഹാപ്പി ആയി വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഗ്ലോ വരുന്നതാണ്. ഇത്തവണ ക്രിസ്മസിന് ഒരു സന്തോഷം കൂടി ആനു ചേച്ചിക്കുണ്ട്. ആനു ചേച്ചിക്ക് മാത്രമല്ല നമുക്ക് കൂടി ഉണ്ട്. കാരണം നമ്മുടെ അമൃത ടിവിയിലെ ഏറ്റവും നല്ലൊരു ഷോ ആയിരുന്നു ആനീസ് കിച്ചൺ. അതിങ്ങനെ ചെറിയൊരു ഇടവേള എടുത്തിട്ട് ഇപ്പോ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണെന്ന് ഞങ്ങൾ കേട്ടു. ആണോ? സത്യം. അതെന്താന്നറിയോ, വിശേഷങ്ങൾ പറയാറായോ? ഡീറ്റെയിൽസ് ഒക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞോളൂ. ഇച്ചിരി പറയാം. എന്നാന്ന് വെച്ചാലേ, എനിക്ക് തിരിച്ച് ആ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകരാണ്. റിയലി അവര് എനിക്ക് തന്ന ഒരു എന്നാ പറയാ, അവരെ വീട്ടിലെ ഒരു കൊച്ചിനെ പോലെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ടേച്ച് എൻ്റെ തെറ്റുകളും ശരികളും എല്ലാം തിരുത്തി ആവശ്യത്തിന് വാത്സല്യം തന്ന്, എന്നാൽ എന്നെ ശാസിക്കേണ്ടടുത്ത് ശാസിച്ച്, തിരുത്തേണ്ടടുത്തൊക്കെ തിരുത്തി എന്നെ ശരിക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു. സ്റ്റിൽ അതുകൊണ്ട് മാത്രമാണെന്നും എനിക്ക് രണ്ടാമത് വരാൻ പറ്റി, അല്ലാതെ എന്റെ കഴിവാന്നൊന്നും ഒരിക്കലും ഞാൻ പറയുക. അപ്പോൾ ഈ ക്രിസ്മസ് ഇനി അങ്ങോട്ടുള്ള കുറേ ക്രിസ്മസുകളും അല്ലെങ്കിൽ ഓണമൊക്കെ ആനി ചേച്ചിയുടെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ കഴിക്കാനും അത് കണ്ട് പഠിക്കാനും ഒക്കെ എല്ലാവർക്കും ഒരു അവസരം. സത്യം. ശ്വേതാജിക്ക് എന്താണ് ആനി ചേച്ചിയുടെ കുറെ നാളിന് ശേഷമാണോ നിങ്ങൾ കാണുന്നത്? പക്ഷെ കുറെ മാമുണ്ടിട്ടുണ്ട് നന്നായിട്ട്. ഷാജി ഏട്ടന്റെ സെറ്റിൽ പോയാല് ഡിമാൻഡ് ചെയ്യാം, സിനിമ ക്യാരക്ടർ ഇതാണ്, എന്റെ സാലറി ഇത്രയാണ്, എന്റെ സ്റ്റാഫിന്റെ ഇതാണ്, പ്ലസ് ആനീന്റെ ഭക്ഷണം വേണം, ടിഫിൻ വേണം, പാക്കേജാണ്. അതെ, എന്നാന്നറിയോ, ശരിക്കും എനിക്ക് ഉണ്ടാക്കാനും കൊടുക്കാനും വിളമ്പാനും ഒക്കെ ഒത്തിരി ഇഷ്ടം. അതിനകത്ത് ഒരിക്കലും ഞാൻ അതൊരു വലിയൊരു ഭാരമായിട്ട്, എനിക്കതൊരു ബേർഡനേ അല്ല. ഞാൻ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് കുക്ക് ചെയ്തു. കാര്യം പക്ഷേ ഞാൻ ഷാജിയേട്ടനോട് ചോദിച്ചൊരു, ഷാജിയേട്ടൻ നന്നായി വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പൊ മക്കള് എന്താ പറയാ പഠിക്കാണ്ടായിരുന്നു. അപ്പൊ എല്ലാരും നല്ല ഗുണ്ടൂസാണ്. അപ്പൊ ഞാൻ ഷാജിയേട്ടാ എന്താ ഇങ്ങനെ, ഷാജിയേട്ടൻ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ, കുട്ടികൾ എന്താണ് കണ്ടില്ലേ, ഒരാൾക്ക് ഭക്ഷണം ഇത്, അപ്പോ വീട്ടിലെന്താ അവസ്ഥ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത് ഒരു കാര്യമാണ്. എന്നാന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു എന്ന് വെച്ചോ, നിങ്ങളുടെ ഒക്കെ എക്സ്പീരിയൻസ് നോക്കണേ. നമ്മളെല്ലാരും ഗസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മുടെ ലുക്ക് എന്നായിരിക്കും, അവർ കൊണ്ടുവരുന്ന പൊതി എന്നായിരിക്കും. സെക്കൻഡ്, നമ്മളെല്ലാം കൊണ്ട് വിളമ്പാനെല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പിള്ളേർക്കൂടെ കൊടുക്കുവോ ആനി എന്ന് പറയും. ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി അവരതൊന്നും കഴിക്കത്തില്ല, വേണ്ട ചേച്ചി കഴിക്കൂ എന്ന് പറയും. അന്നേരം എന്നാ ചെയ്യും, ഈ പിള്ളേരെന്നെയും ഇവരങ്ങോട്ട് വേണ്ട ആൻറ്റി കഴിച്ചോളൂ എന്ന് പറയും. ഇവരങ്ങോട്ട് പോകുന്ന പുറകെ എൻ്റെ പിള്ളേരെല്ലാം കൂടി ഇതിനകത്തോട്ട് അങ്ങോട്ട് കമന്ന് കിടക്കും. അത് സെക്കൻഡ്. തേർഡ്, ഇനി കുറച്ചുകൂടെ വലുതായപ്പോ വീട്ടിലാരേലും വരുമല്ലോ, ഇത് എന്റെ പ്രേക്ഷകരുമായിട്ട് എനിക്ക് ഒരു മറവുമില്ല, അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. കുറച്ചുകൂടെ വലുതായപ്പോഴത്തേന് നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോ ജ്യൂസ് എടുക്കാനും അതിന്റെ കഴിക്കാൻ എന്തെങ്കിലും ഒക്കെ എടുക്കാൻ പോവല്ലോ. അപ്പൊ ഇവരുടെ എന്തെങ്കിലും ഒരു ഫേവറേറ്റ് സാധനം എന്റെ കയ്യിൽ കാണും, ഉണ്ടാവും. ആന്റി ഇരിക്കൂ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നാ ചെയ്യും, പിള്ളേർ പറന്ന് അടുക്കള വന്നിട്ട് അമ്മ മുഴുവൻ കൊടുക്കുവാണോ, മുഴുവൻ കൊടുക്കണോ, കുറച്ച് ഞങ്ങൾക്ക് വെച്ചേക്കല്ലേ. ഞാൻ പറഞ്ഞ, എടാ ഞാൻ ഉണ്ടാക്കി തരാടാ. അല്ല അമ്മ വെക്കൂ, അത് ഇച്ചിരി മുറിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും എന്റെ മോൾ ഇന്ന് ഇപ്പൊ പറയണ വാക്കുകളാണ് ഇത്.